بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തുൽ നംൽ 84, 85, 86 ഈ 3 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. പേജ് നമ്പർ 384, 384. حتى إذا جاءوا, ഇവിടെ 2 ദീർഘങ്ങൾ വന്നിരിക്കുന്നു. ഹത്ത എന്നതിലെ ദീർഘം, ഇത് മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കേണ്ടതാണ്. അലിഫിന് ശേഷം അടുത്ത പദത്തിൻ്റെ ആരംഭത്തിൽ ഖതഇൻ്റെ ഹംസ വന്നതാകുന്നു, ഹംസ ഉച്ചരിക്കപ്പെടുന്നതാകുന്നു ഈ ദീർഘം വരുവാനുള്ള കാരണം. മുൻഫസിൽ എന്നാൽ വേർപിരിഞ്ഞത് എന്നർത്ഥം. ദീർഘാക്ഷരവും ശേഷം ഹംസയും 2 പദങ്ങളിൽ വേർപിരിഞ്ഞു വന്നതാണ് ഈ നാമകരണത്തിന് കാരണം. ഹത്ത ഇദാ ജാഉ, ഇവിടെയുള്ള ദീർഘമാകട്ടെ നേർവിപരീതമായ മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘമാണ്. 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ഈ അലിഫിനെ ദീർഘിപ്പിക്കേണ്ടതാണ്. ഇതിൽ ദീർഘാക്ഷരമായ അലിഫും ശേഷം ഹംസയും ഒറ്റ പദത്തിലായി ചേർന്ന് വന്നതാണ് ഇതിനുള്ള കാരണം. മുത്തസിൽ എന്നാൽ ചേർന്ന് വന്നത് എന്നർത്ഥം. അപ്പോൾ ഹത്ത ഇദാ ജാഉ ഇങ്ങനെ പാരായണം ചെയ്യുക. എല്ലാ ഹർഫുകളും ഇസ്തിഫാലിൻ്റേതാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹത്തോ എന്ന് പറയില്ല, ഹത്ത ഇദാ ജാഉ എന്നേ പറയുള്ളൂ. ജോ പറയില്ല, ജാഉ. എന്നാൽ ശേഷം വരുന്ന പദം ഖാല, ഇവിടെ ഖാഫ് ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. തഫ്ഖീം ചെയ്ത് തടിപ്പിക്കേണ്ട അക്ഷരമാണ്. അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിലും തഫ്ഖീം ഉണ്ടാവണം. ഖാല ഇസ്തിഅലാഇൻ്റെ ഹർഫിനെ തഫ്ഖീം ചെയ്യുന്ന ഏറ്റവും 1ാമത്തെ ലെവൽ ആകുന്നു. അതിന് ഫത്ഹ നൽകി ദീർഘിപ്പിക്കുമ്പോൾ ഖാല, ഖാല എന്ന് പറയില്ല, ഖാല അകദ്ദബ്തും ബിആയാതി, അകദ്ദബ്തും. ഇവിടെ ദാലിനെ പ്രത്യേകം ശ്രദ്ധിക്കുക. നാവിൻ്റെ തലപ്പ് അഗ്രത്തിൻ്റെ മുകൾ ഭാഗവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേർത്തുകൊണ്ടാണ് ദാൽ ഉച്ചരിക്കുക. അകദ്ദബ്തും, അത് കസ്സബ്തും എന്ന സാ പോലെ ആയി പോകരുത്, ശ്രദ്ധിക്കേണ്ട ഒരു അക്ഷരമാണ്. എല്ലാ അക്ഷരവും അതിൻ്റെ കൃത്യമായ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കേണ്ടത് തന്നെയാണ്. അകദ്ദബ്തും ബിആയാതി, ശേഷം ബാ വന്നതുകൊണ്ട് സാക്കിനത്ത് അമീമിനെ ഇഖ്ഫ ഷഫവി നൽകി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അകദ്ദബ്തും ബിആയാതി, പലപ്പോഴും ആളുകൾ തെറ്റിക്കും, ബിആയാതി എന്ന് പറയും. ബിആ അല്ല, ബിആ. ബിആ ഹംസ വ്യക്തമാക്കി ക്ലിയറാക്കി ഉച്ചരിക്കേണ്ടതാണ് എന്നർത്ഥം. ബിആയാതി വലം തുഹീതു ബിഹാ, വലം സാക്കിനത്ത് അമീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. തുഹീതു ഹ, ശേഷം ത്വാ, എല്ലാ ഹർഫും ക്ലിയറായി വ്യക്തമായി മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക. അതിൻ്റെ സിഫത്ത് പ്രത്യേകിച്ച് തഫ്ഖീം, തർഖീഖ്, അതുപോലെ മറ്റെല്ലാ സിഫാത്തുകളും അതിന് പൂർത്തിയാക്കി കൊടുക്കുക. ത്വാ ഇസ്തിഅലാഇൻ്റെ ഹർഫായതുകൊണ്ട് തഫ്ഖീം ചെയ്യണം. ദമ്മ ആയതുകൊണ്ട് 3ാമത്തെ ലെവലിലുള്ള തഫ്ഖീം നൽകി. വലം തുഹീതു, തുഹീതു എന്ന് ത്വാ ഉച്ചരിക്കുക. ഏറ്റവും ഹെവിയാക്കി ഉച്ചരിക്കപ്പെടുന്ന, കടുപ്പത്തോടെ ഉച്ചരിക്കപ്പെടുന്ന അക്ഷരം കൂടിയാണ് ത്വാ. തു എന്ന് താ കൊണ്ട് നമ്മൾ ആരംഭിച്ചു. പിന്നെ തുഹീതു, ത്വാ, രണ്ടും വളരെ വ്യത്യാസമുണ്ട്. തു, തു, ആദ്യത്തേത് താ ആണ്, രണ്ടാമത്തേത് ത്വാ ആണ്.
ولم تحيطوا بها علما أم ماذا علما എന്നതിലെ തൻവീനിന് ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. ശേഷം ഹംസ വന്നു, ഹൽക്കിൻ്റെ അക്ഷരം. അമ്മാദ ഇതിലുള്ള ശദ്ദുള്ള മീമിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുകയും വേണം. മീം മുശദ്ദദ. അമ്മാദ കുൻതും തഅമലൂൻ. കുൻതും എന്ന് പറയരുത്, അങ്ങനെ പലതും തെറ്റായി പറയും. കൂ എന്നുള്ള ദമ്മ് ഉച്ചരിക്കുമ്പോഴുള്ള ചുണ്ടിൻ്റെ ആ ആകൃതി കൂ ഇങ്ങനെ തന്നെ പിടിച്ചു വെക്കും. കുന്തും അങ്ങനെയല്ല പറയേണ്ടത്. കാരണം രണ്ടിനും ദമ്മ് വരികയാണ്. കാഫിനും ദമ്മ്, ശേഷം സാക്കിനും താനൂന്, പിന്നെ വീണ്ടും താനും ദമ്മ്. അപ്പോൾ കുന്തും എന്ന് പറയും. അതല്ല, അത് തെറ്റാണ്. കുന്തും 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 അങ്ങനെ തന്നെ പറയണം. കുന്തും തഅമലൂൻ. സാക്കിന തമീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. വവഖഅൽ ഖൗലു എന്ന് തന്നെ ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. രണ്ട് വാവ് തർക്കീഖ് ചെയ്യണം. ചുണ്ടിൽ നിന്ന് തന്നെ വാവ് ഉച്ചരിക്കണം. വൃത്താകൃതിയിലായിരിക്കണം വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ. ആവർത്തിച്ച് ഖാഫ് വരുന്നു. ഇസ്തിഅലാന്റെ ഹർഫാണ്. തഫ്ഖീം ചെയ്ത് തടിപ്പിക്കേണ്ട ഖാഫ്. ശേഷം ഐനാണ് വരുന്നത്. ഖാഫ് പിന്നെ ഐൻ, അതിനെ തർക്കീഖ് ചെയ്യുകയും വേണം. സാക്കിൻ തമീമും ശേഷം ബാവും നേരത്തെ സൂചിപ്പിച്ച പോലെ ഇഖ്ഫ ഷഫവി നൽകി മീമിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക, വ്യക്തമാക്കി മണിക്കുക. ووقع القول عليهم بما ظلموا തഫ്ഖീം ചെയ്യേണ്ട ഹർഫാണ്. ഇസ്തിഅലായിൻ്റെ 7 ഹർഫുകളിൽ പെട്ടതാണ്. എന്ന് നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗം മേലെ പല്ലും ചേർത്ത് ലൂസ് ആക്കി ഉച്ചരിക്കപ്പെടുന്ന അക്ഷരമാണ്. فهم لا ينطقون. فهم സാക്കിന തമീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ലാ യൻതിഖൂൻ സാക്കിന താനൂനും ശേഷം ത്വാഉമാണ്. ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിച്ചുച്ചരിക്കുക. മണിക്കലിൽ തഫ്ഖീം വേണം. ശേഷം ത്വാ ആയതുകൊണ്ട് ലാ യൻതിഖൂൻ. തി എന്ന് ഏറ്റവും കുറഞ്ഞ തഫ്ഖീമാണ് ത്വാഇൻ്റെ ഉച്ചാരണത്തിൽ വരിക. കാരണം കസ്റായതുകൊണ്ട്. ശേഷം ഖാഫ്, അതിനും തഫ്ഖീം. ലാ യൻതിഖൂൻ. അലം യറൗ സാക്കിന തമീം ശേഷം യാവും ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കി മീമിനെ ഉച്ചരിക്കുക. യറൗ റാഇന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിക്കണം. അലം യറൗ അന്നാ ജഅൽന നൂൻ മുശദ്ദദയെ മണിക്കണം. ശദ്ദുള്ള നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ജഅൽന സാക്കിന ലാമിനെ ഇൽഹാർ ചെയ്ത് ഉച്ചരിക്കണം. ജഅൽന എന്നായി പോകരുത്. ജഅൽന ലൈല. ജഅൽന എന്നതിലെ അലിഫ് ഇൽതിഖാഉ സാക്കിനയിന് വേണ്ടി ഇല്ലാതാകുന്നതാണ്. ചേർത്ത് വായിക്കുമ്പോൾ കളയപ്പെടും. ജഅൽന ലൈല ലിയസ്കുനൂ ഫീഹി വന്നഹാറ നൂൻ മുശദ്ദദ മണിക്കണം. ശദ്ദുള്ള നൂനിന് റാഇന് തഫ്ഖീം കൊടുക്കുക. മുബ്സിറാ ബാഇന് ഖൽഖല സുഗ്റ നൽകി ബാഇൻ്റെ ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. മുബ്സിറാ സ്വാദിന് കുറഞ്ഞ തഫ്ഖീമാണ് കസ്റായതുകൊണ്ട്. മുബ്സിറാ വഖഫ് ചെയ്യുമ്പോൾ റാഇനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീമാണ്. മുബ്സിറാ. ഇന്ന ഫീ ദാലിക് അവിടെ ചേർത്തോതുകയാണെങ്കിൽ മുബ്സിറൻ ഇന്ന എന്ന്
തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കുകയും വേണം. ഇന്ന നൂൻ മുഷദ്ദദയെ മണിക്കുക. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യുഅ്മിനൂൻ. ലആയാതിൻ തൻവീൻ ശേഷമുള്ള ലാമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് ഇദ്ഗാം ബിഗൈരി ഗുന്ന ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം. ലആയാതിൻ ലി എന്ന് പറയുക. തൻവീനിൻ്റെ ശബ്ദം അല്പം പോലും കേൾക്കുകയില്ല എന്നർത്ഥം. ലആയാതിൻ ലിഖൗമിൻ യുഅ്മിനൂൻ. ഖാഫിന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. ഖൗമിൻ എന്ന തൻവീനിന് ശേഷമുള്ള യായിൽ ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന നാഖിസ്. ലിഖൗമിൻ യുഅ്മിനൂൻ. ലിഖൗമിൻ യുഅ്മിനൂൻ എന്ന് തൻവീനിനെ യായിലേക്ക് ചേർത്ത് ലയിപ്പിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. حتى إذا جاءوا قال أكذبتم بآياتي ولم تحيطوا بها علما أم ماذا كنتم تعملون. ووقع القول عليهم بما ظلموا فهم لا ينطقون. ألم يروا أنا جعلنا الليل ليسكنوا فيه والنهار مبصرا إن في ذلك لآيات لقوم يؤمنون. സൂറത്തുൻ നംലിലെ 84 മുതൽ 86 വരെയുള്ള ആയത്തുകളാണ് നാം പാരായണം ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ വചനത്തിൽ ആളുകളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുകയും അവരോടുള്ള ധിക്കാരികളായ അവിശ്വാസികളായ ആളുകളോട് ചോദിക്കുന്ന ചോദ്യവും മറ്റുമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ധിക്കാരികളായ അല്ലെങ്കിൽ സത്യനിഷേധികളായ ആളുകളെ സംഘങ്ങളായി ഒരുമിച്ച് കൂട്ടുകയും അങ്ങനെ അവരെ നിർത്തി വെക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന കാര്യം കഴിഞ്ഞ വചനങ്ങളിൽ സൂചിപ്പിച്ചു. അന്ത്യനാളിനോടടുക്കുമ്പോൾ ഉണ്ടാകുന്നതായ ഒരു ദൃഷ്ടാന്തത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു അടയാളത്തെക്കുറിച്ചും 82-ാമത്തെ വചനത്തിലും വിശദീകരിക്കുകയുണ്ടായി. വീണ്ടും അള്ളാഹു പറയുകയാണ്, ഹത്താ ഇദാ ജാഉ ഖാല അകദ്ദബ്തും ബിആയാതി. അങ്ങനെ അവർ വരുമ്പോൾ, ഇദാ ജാഉ അവർ വന്നെത്തിയാൽ, അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തപ്പെട്ടാൽ, ഖാല അവൻ ചോദിക്കും, പറയും, അകദ്ദബ്തും ബിആയാതി, എൻ്റെ ആയത്തുകളെ നിങ്ങൾ നിഷേധിച്ചുവോ, തള്ളിക്കളഞ്ഞുവോ? വലം തുഹീതു ബിഹാ ഇൽമ, നിങ്ങൾ വ്യക്തമായി സൂക്ഷ്മമായി അതിനെക്കുറിച്ച് അറിയുകയുണ്ടായില്ല. അമ്മാദാ കുൻതും തഅമലൂൻ, അതല്ല നിങ്ങൾ എന്താണ് ദുനിയാവിൽ വെച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്ന് അള്ളാഹു അവിടെ വെച്ച് അവരോട് ചോദിക്കുകയാണ്. പരലോകത്ത് വെച്ച് നടക്കുന്ന വിചാരണയെക്കുറിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത്. സത്യനിഷേധികളായ ആളുകൾ, അവർക്ക് യഥാർത്ഥത്തിൽ ദുനിയാവിൽ വെച്ച് കാര്യങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കുവാൻ ഉതകുന്ന ധാരാളം തെളിവുകളെ അള്ളാഹു അവർക്ക് മുമ്പിൽ നിരത്തി വെക്കുകയുണ്ടായി. പക്ഷെ അതൊന്നും അവർ ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ സത്യപ്പെടുത്തുവാനോ തയ്യാറായിരുന്നില്ല. ഫലാ സദ്ദഖ വലാ സല്ല വലാകിൻ കദ്ദബ വതവല്ല എന്ന് സൂറത്തുൽ ഖിയാമയിൽ അള്ളാഹു പറഞ്ഞതുപോലെ സത്യപ്പെടുത്തിയില്ല, നമസ്കരിച്ചില്ല, മറിച്ച് കളവാക്കി പിന്തിരിഞ്ഞു കളയുകയാണ് ഉണ്ടായത്.
ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. ഈ ദിവസം അവർക്ക് യാതൊന്നും തന്നെ ഉരിയാടാൻ കഴിയുകയില്ല, അവർക്ക് എന്തെങ്കിലും ന്യായീകരണം നിരത്തുവാൻ സാധ്യമല്ല എന്ന് പറയുകയാണ്. എന്തെങ്കിലും ന്യായീകരണത്തിന് അവർക്ക് അനുവാദം നൽകപ്പെടുമോ? അതൊന്നുമില്ല എന്നും അള്ളാഹു മറ്റു വചനങ്ങളിലൂടെ സൂറത്തുൽ മുർസലാത്തിലൊക്കെ വിശദീകരിക്കുന്നുണ്ട്. വവഖഅൽ ഖൗലു അലൈഹിം, അവരുടെ മേൽ അവൻ്റെ അനിഷേധ്യമായ വാക്ക് സ്ഥിരീകരിച്ചു കഴിഞ്ഞു, അത് വന്ന് ഭവിച്ചു കഴിഞ്ഞു. ബിമാ ളലമു, അവർ അക്രമം ചെയ്ത കാരണത്താൽ. ഫഹും ലാ യൻതിഖൂൻ, അവർ സംസാരിക്കുന്നവരായിരിക്കുകയില്ല, അവർ ഒന്നും തന്നെ ഉരിയാടുകയില്ല, അവർക്ക് സംസാരിക്കുവാൻ അവിടെ സാധ്യമാവുകയില്ല. എന്ന് വെച്ചാൽ എല്ലാം പൂർണ്ണമായും അവരുടെ മുമ്പിൽ സ്ഥിരീകരിക്കപ്പെടുകയും അവർക്കുള്ള ശിക്ഷ നൽകപ്പെടുകയും ചെയ്യുന്നതാണ്. അവിടെ പിന്നെ ന്യായീകരണത്തിനോ മറ്റെന്തെങ്കിലും ഒഴിവുകഴിവുകൾ പറയുവാനോ ഉള്ള അവസരം അവർക്ക് അവിടെ ഉണ്ടാവുകയില്ല എന്നർത്ഥം. ലിഅന്നഹും കാനൂ ഫിദ്ദാരി ദുനിയ ളലമതൻ ലിഅൻഫുസിഹിം. ഇമാം ഇബ്നു കസീർ പറയുകയാണ്, അവർ ഈ ഐഹിക ജീവിതത്തിൽ തങ്ങളുടെ നഫ്സുകളോട് തന്നെ ചെയ്ത വലിയ അക്രമകാരികളായിരുന്നു, നഫ്സുകളോട് അക്രമം ചെയ്തവരായിരുന്നു. വഖദ് റുദ്ദു ഇലാ ആലിമിൽ ഗൈബി വശഹാദ അല്ലദീ ലാ തഖ്ഫ അലൈഹി ഖാഫിയ. എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക്, അവൻ്റെ വിശാലമായ ആ ഒരു ലോകത്തേക്ക് അവർ മടക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ഒന്നും തന്നെ ഗോപ്യമാവുകയില്ല, എല്ലാം പരസ്യമാക്കപ്പെടുന്ന അവസ്ഥയാണ്. അലം യറൗ, അള്ളാഹു ചോദിക്കുകയാണ്. അവൻ വലിയ ഒരു ദൃഷ്ടാന്തത്തെ പ്രത്യേകം എടുത്തുകൊണ്ട് അള്ളാഹു അവരോടായി ചോദിക്കുന്ന ചോദ്യം, അലം യറൗ, അവർ കണ്ടിരുന്നില്ലേ? അന്നാ ജഅൽനൽ ലൈല, നാം രാത്രിയെ ആക്കിയിരുന്നു, ലിയസ്കുനു ഫീഹി, അവർക്കതിൽ താമസിക്കുവാനും ശാന്തി അടയുവാനും സമാധാനമടഞ്ഞ് ആശ്വാസത്തോടെ അവർക്കവിടെ താമസിക്കുവാൻ പറ്റുന്ന വിധത്തിൽ നാം രാത്രിയാക്കിയിരുന്നില്ല. വന്നഹാറ, പകലിനെയും മുബ്സിറൻ, അവർക്ക് കാണുന്ന വിധത്തിൽ, അല്ലെങ്കിൽ എല്ലാം വ്യക്തമാക്കി അവർക്ക് കാണിച്ചു കൊടുക്കുന്ന വിധത്തിൽ. ഫീഹി ളലാമുൻ തസ്കുനു ബിസബബിഹി ഹറകാതുഹും. ഇമാം ഇബ്നു കസീർ പറയാൻ, രാത്രിയിൽ അവരുടെ എല്ലാ അനക്കങ്ങളും അടങ്ങിക്കൊണ്ട്, ചലനങ്ങളും നിശ്ചലമായിക്കൊണ്ട് അവർ അവിടെ ശാന്തിയും സമാധാനവും അടയുന്നു. വതഹ്ദഉ അൻഫാസുഹും വയസ്തരീഹൂന മിൻ നസബി തഅബി ഫീ നഹാരിഹിം. അവരുടെ പകലുകളിൽ ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ, ജോലിഭാരങ്ങളിൽ നിന്നൊക്കെ അവർ സമാധാനമടഞ്ഞുകൊണ്ട് അവർ റാഹത്തെടുക്കുന്ന ഒരു സമയമായിരുന്നു ആ രാത്രി. അങ്ങനെ ആ രാത്രിയെ നാം അവർക്കാക്കി. വന്നഹാറ മുബ്സിറ, അവർക്കെല്ലാം കാണിച്ചു കൊടുക്കുന്ന വിധത്തിലുള്ള ഒരു പകലിനെയും, മുനീറൻ മുഷ്രിഖൻ എന്നാണ് അതിനർത്ഥം കൽപ്പിച്ചിട്ടുള്ളത്. എല്ലാം വ്യക്തമായി മനസ്സിലാക്കുവാനും കാണുവാനും സഞ്ചരിക്കുവാനും അവർക്ക് അവരുടെ ജീവിത വ്യവഹാരങ്ങളിൽ ഏർപ്പെടുവാനും എല്ലാം പറ്റിയ വിധത്തിലുള്ള പകലിനെയും നാം അവർക്കാക്കി കൊടുത്തില്ലേ? ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യുഅ്മിനൂൻ, നിശ്ചയമായും അതിൽ വിശ്വസിക്കുന്ന ജനതയ്ക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്, തെളിവുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു വചനത്തെ അവസാനിപ്പിക്കുകയാണ്. മഹാനായ കവി ലബീദ് ഇബ്നു റബീഅ പറയുകയുണ്ടായി. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച സഹാബിയാണ്. അദ്ദേഹം പറയുന്നു, വഫീ കുല്ലി ഷൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹുൽ വാഹിദു ഫയാ അജബൻ കൈഫ യുഅസൽ ഇലാഹു അം കൈഫ യജ്ഹദുഹുൽ ജാഹിദു വഫീ കുല്ലി ഷൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹുൽ വാഹിദു. എന്താണ് അദ്ദേഹം പറയുന്നത്? അത്ഭുതം തന്നെ. കൈഫ യുഅസൽ ഇലാഹു, എങ്ങനെയാണ് ഒരു മഹാനായ അള്ളാഹു ഇലാഹ് ധിക്കരിക്കപ്പെടുന്നത്, പടച്ചവൻ. അം കൈഫ യജ്ഹദുഹുൽ ജാഹിദു, സത്യനിഷേധി അവനെ എങ്ങനെ നിഷേധിച്ച് തള്ളിക്കളയുന്നു. അത്ഭുതം തന്നെ കാര്യം. വഫീ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുവിലുമുണ്ട്, ലഹു ആയത്തുൻ, അവന് ദൃഷ്ടാന്തമുണ്ട്, തദുല്ലു അലാ അന്നഹുൽ വാഹിദു,
അവനാണ് ഏകൻ, അവൻ ഏകനായ അള്ളാഹുവാണെന്ന് സൂചിപ്പിക്കുന്നതായ ദൃഷ്ടാന്തം എല്ലാ വസ്തുവിലും കണ്ടെത്താൻ കഴിയുമല്ലോ. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിനോട് ധിക്കരിക്കപ്പെടുന്നത് എന്ന് മഹാനായ കവി ലബീദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ലബീദ് ഇബ്നു റബീഅയെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല വാക്കുകളും പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ കാര്യങ്ങൾ ഗ്രഹിക്കുക, മനസ്സിലാക്കുക, യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ട് പരലോക വിശ്വാസം അടിയുറപ്പിച്ച് ജീവിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാറകല്ലാഹു ഫീക്കും.